ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചീരയുടെ അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഇലയുള്ള ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചീര ഇല കണ്ടിട്ടുണ്ടോ? ഇതിന് ഈ ഓണത്തിന് ഞങ്ങൾ ഈ ഇല വെച്ചിട്ടായിരിക്കും സദ്യ കഴിക്കുന്നതെന്ന് പറഞ്ഞു. ആ ചീരയാണ് ഈ മുട്ടോളം അങ്ങ് തെങ്ങോളം വളർന്ന് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങിന് വരെ ഇത് കോമ്പറ്റീഷനായി. അങ്ങനെ ഇന്നലെ വന്ന ഈ ചീര ഞങ്ങളുടെ വീട്ടിലെ പഴയ തെങ്ങിന് കോമ്പറ്റീഷൻ ആകണ്ടെന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് വെട്ടിയിട്ടുണ്ടല്ലോ ഗൈസ്. ഞങ്ങൾ ഇത്രയും പേർക്ക് ഒരു നേരത്തേക്ക് തോരൻ ഞങ്ങൾ ഈ ഒരൊറ്റ ചീര തണ്ട് വെച്ചാണ് ഉണ്ടാക്കിയത്. അതായത് എനിക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും 2 പിള്ളേർക്കും അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒറ്റ ചീര തണ്ടുകൊണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ വളം മാത്രമല്ലാതെ വേറെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ പൗഡർ വല്ല ഇട്ടോ എനിക്കറിയത്തില്ല. ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് ടൈമിൽ ഇത്രയും നീണ്ട ചീര കണ്ടിട്ടില്ല. അതും ഇത്രയും നീണ്ടിട്ടും എന്തൊരു ആരോഗ്യത്തോടെ അത് നിൽക്കുന്നതെന്നറിയാമോ? എന്തൊരു ക്രിസ്പിനെസ് ആയിരുന്നെന്നറിയാമോ ചീര കഴിക്കാനായിട്ട്. പിന്നെ വീട്ടിൽ വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടെ ഇത് ഇത്രയും വലുതായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. വേണമെങ്കിൽ ഞങ്ങളുടെ ഈ ചീരയ്ക്ക് ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടിയേനെ. പിന്നെ പുരസ്കാരങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല.